ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നിങ്ങൾ ടൂർ പോകുന്നുണ്ടെങ്കിൽ, ലോങ് ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യൂ. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 തക്കാളി ഇട്ടിട്ട് കൊടുത്തു. 2 or 3 തക്കാളി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയണമെങ്കിൽ ഫുൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് മല്ലിയിലയും പുതിനയിലയുമാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 4-5 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇത് എത്രത്തോളം സമയം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുന്നു അത്രയ്ക്കും ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഈ ബിരിയാണി കഴിക്കുമ്പോൾ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 5 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കണം. അപ്പോൾ ഇത് റൈസ് റെഡിയാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഏലക്ക, കറുവാപ്പട്ട, കറാമ്പൂവ് എന്നിവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരിവട കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഫസ്റ്റ് വാർത്തെടുത്ത ചോറാണ്. ഇത് രണ്ടാമതായിട്ട് വാർത്തെടുത്തതാണ്. ഫസ്റ്റ് വാർത്തെടുത്തത് ഒരു 50% വെന്താൽ മതി. രണ്ടാമതാണെങ്കിൽ ഒരു 75% വെന്ത് ചോറായാലും മതി. ഇനി അടുത്ത് നമുക്ക് അല്പം ഉള്ളി വാട്ടിയെടുക്കാം. വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് കൂടുതലൊന്നും പണിയില്ല. നമ്മൾ ജോലി പെട്ടെന്ന് തീർക്കാം. ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ പോകുന്നവരാണെങ്കിൽ നേരത്തെ എണീറ്റ് ബിരിയാണിയൊക്കെ റെഡിയാക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക് ചതച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 4-5 മണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ നല്ലപോലെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ഇതിൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഒരുപാട് ടൈമും നമുക്ക് സേവ് ചെയ്യാം. ഒരു പിക്നിക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകാൻ പോവുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു റെസിപ്പി എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി നോക്കാവുന്നുള്ളൂ. ഇപ്പം നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ വളരെ പെട്ടെന്ന് വേവും. കാരണം അത് ഓൾറെഡി 5 മണിക്കൂർ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം.
ഇത് ഉള്ളി വഴറ്റി വെച്ചതാണ്, നെയ്യിൽ വഴറ്റി വെച്ചതാണ്. അതും അല്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വഴറ്റിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് 50% മാത്രം വെന്തിട്ടുള്ള റൈസാണ്. അപ്പോൾ ഇതിൽ ഈ ചിക്കൻ്റെ കൂടെ ഈ റൈസും കൂടി കിടന്ന് വേവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ ഒരു 80% കുക്കായാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആ 50% വെന്തിട്ടുള്ള അരി ചേർത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും അതുപോലെ കശുവണ്ടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ നമുക്കിതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി 75% വെന്തിട്ടുള്ള ചോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചോറും കൂടുതൽ വേവാൻ പാടില്ല. കാരണം ഇവിടെ ഇത് ദമ്മിടുമ്പോൾ വീണ്ടും ഈ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിൽ ഗരം മസാല വീണ്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂനട്ടും അതുപോലെ മുന്തിരിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അല്പം ഗീ ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഗീ ഒഴിച്ച് കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചാണ്. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ മല്ലിയിലയും പുതിനയിലയും വീണ്ടും ഇട്ടിട്ട് ഇതൊന്ന് ദമ്മിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ലോങ് ട്രിപ്പൊക്കെ പോകുന്നവർ, ഫുഡ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് പ്രത്യേകിച്ചും പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. 50% അതുപോലെ 75% വേവാനുള്ള റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ട്രൈ ദ റെസിപ്പി.